എന്തായിരുന്നു? ഞാൻ 17-ാം വാക്യം, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എന്റെ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. എന്റെ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? നമ്മുടെ കർത്താവിന് നമ്മെ പറ്റി കരുതലുണ്ട്. ഇതാണ് നമ്മുടെ കർത്താവിന്റെ കരുണ, സ്നേഹം എന്നൊക്കെ പറയുക അല്ലേ. നിന്നെ ഞാൻ ഒരു വിധത്തിലും മാറ്റി നിർത്തത്തില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. തമ്പുരാന്റെ വചനം നമ്മളോട് പറയുക. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാൽ, ലോകത്തില് നമുക്കറിയാം അല്ലേ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ പോലും നമ്മളെ മാറ്റി നിർത്തി. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരു വിധത്തിലും, എന്താ എന്റെ അർത്ഥം, നീ എത്ര വലിയ പാപം ചെയ്ത് എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാലും നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല, മാറ്റി നിർത്തത്തില്ല. പിന്നെ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? എന്റെ സ്നേഹവും കരുണയും നിന്റെ മേൽ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, ബിജു പറഞ്ഞല്ലോ, ഇന്ന് എന്താ ദിവസം? ദൈവ കരുണയുടെ തിരുനാൾ ദിവസമാണ്, അഥവാ പുതുഞായർ. 2-3 പ്രത്യേകതയുണ്ട്. പുതുഞായറാഴ്ചയാണ്, ദൈവ കരുണയുടെ തിരുനാളാണ്, ഒപ്പം നമ്മുടെ തോമാശ്ലീഹ വിശ്വാസത്തിൽ അടിയുറച്ച ദിവസം കൂടിയാണ്, വിശ്വാസം ഏറ്റുപറഞ്ഞ ദിവസം കൂടിയാണ്. തോമാ കുഞ്ഞാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? തോമസ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? സ്ഥലത്ത് തോമസ് ആണല്ലേ. ഈ തോമസ്മാർക്കൊക്കെ ഉണ്ട് ഈ സംശയങ്ങൾ, മനസ്സിലായോ? ബാപ്റ്റിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? അകത്തുണ്ടോ തോമസ്? ഇല്ല അല്ലേ? ഓക്കെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഒരൊറ്റ വിളിയാ, ഒറ്റ വിളി. ഒരു കണക്കിന് നല്ലതായിരുന്നു അത്. കാരണം ഉത്തിതനായ കർത്താവിനെ ഒന്ന് ആശ്ലേഷിക്കാനും, ഒന്ന് ചേർന്ന് നിൽക്കാനും, സ്പർശിക്കാനും ഒക്കെ ഇടയായിത്തീർന്നു അല്ലേ. നീ ഇവിടെ വാ, നിന്റെ വിരലുകൾ എന്റെ ആണിപ്പഴുതുകളിൽ ഇട്ടുക. അത്രയും വലിയൊരു ഭാഗ്യം തോമാശ്ലീഹായ്ക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, സംശയത്തിന്റെ നിഴലിൽ നിന്ന തോമസിനെയും അല്ലേ, തള്ളിപ്പറഞ്ഞ പത്രോസിനെയും, ഇനിയിപ്പോ യൂദാസംഘം ആ കടുങ്കൈ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ അല്ലേ, യൂദാസംഘം കെട്ടിത്തൂങ്ങാതിരുന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പത്രോസിന് പകരം യൂദാസിനെ അവിടെ വെച്ചേനെ. ആദ്യത്തെ മാർപ്പാപ്പ യൂദാസ് ആയനെ. യൂദാസ് ആ പരിപാടി ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ. കാരണം എന്താ? നമ്മുടെ കർത്താവിന്റെ കരുണ അത്ര വലുതാണ്, അത്ര വലുതാണ്. അതാണ് നമുക്കറിയാം, 1905 പോളണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പാവം, എന്താ പേര്? ഫൗസ്റ്റീന, സിസ്റ്റർ ഫൗസ്റ്റീന അല്ലേ. വിശുദ്ധിയായിപ്പോ അറിയാം, കർത്താവിന്റെ കരുണ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയത് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ്. ഫൗസ്റ്റീനയുടെ അതാണ് ഈശോ കാണിച്ചു കൊടുത്ത ആ പിക്ചറാണ്, ദർശനത്തിൽ കാണിച്ചു കൊടുത്ത ആ പിക്ചറാണ് ഫൗസ്റ്റീന വരച്ചത്. അതിനുശേഷം ലോകം മുഴുവനും കരുണയുടെ ആ പിക്ചർ, ലോകം മുഴുവനും, അത് എല്ലാ ഭവനങ്ങളിലിരിക്കുന്ന എല്ലാ ഭവനങ്ങളും തന്നെ ഇപ്പോൾ അത് ആ പിക്ചറുണ്ട്. ഈശോയുടെ കരുണയുടെ പിക്ചറുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞത്, ഏറ്റവും വലിയ പാപി, ലോകത്തിലെ ഏറ്റവും വലിയ പാപി എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിക്ക് പോലും എന്റെ കരുണയിൽ ആശ്രയിച്ചാൽ ഏറ്റവും വലിയ വിശുദ്ധനായി തീരാൻ സാധിക്കും. ഏറ്റവും വലിയ വിശുദ്ധനായി തീരാൻ സാധിക്കും. അതാണ് കർത്താവിന്റെ കരുണയുടെ മുഖം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ്
40-ാം സങ്കീർത്തനത്തില് അല്ലെ നമ്മൾ വായിച്ചു കേട്ടത്, ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, കുറവുള്ളവനാണ്, ബലഹീനനാണ്, ന്യൂനതകൾ ഒത്തിരിയുണ്ട്, എങ്കിലും എന്റെ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. കരുതുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, മാതാപിതാക്കളായി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നില്ലേ? അല്ലേ, രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ കരുതുന്നുണ്ട് അവരെ ഏതെങ്കിലും ഒരു കരക്കെത്തിക്കണം എന്ന് വിചാരിച്ചിട്ട്. അല്ലേ, ഇത് കർത്താവിന്റെ കരുതല് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, എല്ലാം 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 തരുന്നവനാണ്. നിറച്ച് അളന്ന് കുലുക്കി മടിയിൽ ഇട്ടു തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കുന്നതിന്റെ ആവശ്യകത, അല്ലേ? കാരണം അവൻ എന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കുക. കർത്താവിനെ ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കുക. കർത്താവ് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചല്ലേ? നമുക്കറിയാം, ഒറ്റ ലക്ഷ്യം എന്തായിരുന്നു? അത് എന്തിനായിരുന്നു കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ഒറ്റ കാര്യം മോശയോട് പറഞ്ഞോളൂ. ഫറവോയുടെ അടിമത്തത്തിലായിരിക്കുമ്പോ, ഈജിപ്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോ മോശയോട്, ഫറവോയോട് പോയി നീ ഇങ്ങനെ പറയുക, എന്റെ ജനത്തെ വിട്ടയക്കുക. എന്തിന്? 3 ദിവസത്തെ വഴി പിന്നിട്ട് ഞങ്ങൾക്ക് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കണം. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം. അതിന് വിട്ടുതരിക. ഇതാ പറയാൻ പറഞ്ഞു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ, നമ്മൾ ചിന്തിച്ചു നോക്കി, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അത് എപ്പോഴാ സൃഷ്ടിച്ചത്? ആദ്യം മനുഷ്യനെയാണോ സൃഷ്ടിച്ചേ? ദൈവം ആദ്യം മനുഷ്യനെയാണോ സൃഷ്ടിച്ചേ? പിന്നെ എന്താ സൃഷ്ടിച്ച ആദ്യം? ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവം സൃഷ്ടിച്ചു. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അല്ലേ? മനോഹരമായി സസ്യവൃക്ഷ ലതാദികളും ഈ പറയുന്ന മനോഹരമായ പ്രപഞ്ചം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട്, അല്ലെ, ആവശ്യത്തിന് ജലം, വായു ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് മനോഹരമായ ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടാവ് അവന്റെ രൂപത്തില്, സാദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനെ സൃഷ്ടിച്ചു ആദ്യം. എന്നിട്ട് വിട്ടു, ലോകത്തിലേക്ക് വിട്ടു. എന്തിനെങ്കിലും അവിടെ കുറവുണ്ടോ? എന്തിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. എല്ലാം സമർത്ഥമായി ഒരുക്കി വെച്ചിട്ടാണ് മനുഷ്യന് ദൈവം സൃഷ്ടിക്കുക. ഡിസോർഡർ വന്നത് എന്തുകൊണ്ടാ? ദൈവത്തോട് മറുതലിച്ചു. ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, അല്ലെ, ഓപ്പോസിറ്റ് ശക്തിയുടെ വാക്ക് കേട്ട്, സാത്താന്റെ വാക്ക് കേട്ട് അതിൽ വിശ്വസിച്ച് അവൻ പറഞ്ഞത് പോലെ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഡിസോർഡർ വന്നിരിക്കുന്നത്, ഏറ്റക്കുറച്ചിലുകൾ വന്നത്. അല്ലെങ്കിൽ പൂർണ്ണതയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ രൂപവും സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണതയാണ്. അവിടെ അപൂർണതയില്ല. പൂർണ്ണതയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ തന്നെയായിട്ടാണ് അത് കളഞ്ഞ് മുട്ടിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും ദൈവം അവരെ തള്ളിക്കളയുന്നില്ല. മനുഷ്യൻ തള്ളിക്കളയുന്നുണ്ടോ? ഇല്ല. തന്റെ അനന്തമായ സ്നേഹവും കരുണയും വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ മേൽ ദൈവം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ കരുണയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്നേ ദിവസം അത് ആഗോള സഭ അത് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രധാനമായും കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സമയത്ത് നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന, സ്വർഗം അനുവദിച്ചു തരുന്ന, തിരുസഭ അനുവദിച്ചു തരുന്ന വലിയ പാവ മോചനം, അത് എത്ര വലിയ പാവിക്കും കരുണ ലഭിക്കുന്ന ഒരു ദിവസമാണ്. വേണ്ട വിധത്തിൽ ഒരുങ്ങി അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും
ദണ്ഡവിമോചനം സഭ കൽപ്പിച്ച് അരുളി തരികയാണ്. ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് ദണ്ഡവിമോചനം? നമ്മൾ കുമ്പസാരിക്കുമ്പോ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതിന്റെ വലിയ കടങ്ങൾ ഒരു സൈഡിൽ കിടക്കും. മനസ്സിലായി? പാപമോചനം ലഭിക്കുന്നു, ഒപ്പം തന്നെ അതിന്റെ ദോഷവശങ്ങൾ കുറെയുണ്ട്. ആ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങളുണ്ട്. അതിൽ നിന്ന് പൂർണ്ണ മോചനം നമുക്ക് ലഭിക്കുന്നത് ഈ ദണ്ഡവിമോചനത്തിലൂടെയാണ്. ദണ്ഡമോചനം ഇതുപോലുള്ള പ്രധാനപ്പെട്ട തിരുനാളുകളില് അല്ലെങ്കിൽ ചില പ്രാർത്ഥനകളിൽ, പുരുഷന്റെ വഴി സമ്പൂർണ്ണ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, തിരുവചനം ധ്യാനത്തോടെ, പ്രാർത്ഥനയോടെ തിരുവചനം നമ്മൾ വിശുദ്ധിയോടെ വചനങ്ങളെടുത്ത് ധ്യാനിച്ച് വായിക്കുന്നത്, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂ വചനം ഡെയിലി വചനം വായിക്കുന്നത്, ഇതൊക്കെ ദണ്ഡവിമോചനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുമ്പസാരിച്ച് ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കുമ്പസാരിച്ചവർ എത്ര പേര് കരവർത്തിക്ക്? ഈ ഒരാഴ്ചക്കുള്ളിൽ കുമ്പസാരിച്ചവര്, ഈ വെള്ളിയാഴ്ചയിൽ കുമ്പസാരിച്ചവര്, ക്രൈസ്തവരായ മക്കൾ പിന്നെ കുമ്പസാരം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ക്രിസ്ത്യാനികളോടാണ്, യാക്കോബായ കത്തോലിക്ക മക്കളോടാണ്. കുമ്പസാരിച്ചവര് നീ കുമ്പസാരിച്ചില്ല? ഇന്ന് കുമ്പസാരിക്കേണ്ട പാവം ഉണ്ടായില്ല അല്ലേ? നമുക്ക് പാവം ഉണ്ടായില്ല, കുമ്പസാരിച്ചു. ഓക്കെ. അപ്പോ പാവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ കുമ്പസാരിച്ചോളാം കേട്ടോ. പാവമില്ലേ? പാവമുണ്ട്. പാവില്ല എന്ന് പറയാൻ പറ്റുമോ? പാവമുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ. അതുകൊണ്ട് നമ്മുടെ മനസാ വാച കർമ്മണ പ്രവൃത്തി ചെയ്യണമെന്നില്ല. ഈശോ പറഞ്ഞില്ലേ പ്രവൃത്തി ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മാസത്തിൽ 2 കുമ്പസാരമൊക്കെ വളരെ നല്ലതാണ്, സമയമൊക്കെ ഉള്ളവർക്ക്. അങ്ങനെ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവർക്കാണ് ദിവസം കർത്താവ് ദണ്ഡവിമോചനം ദാനമായി നമുക്ക് നൽകുന്നത്. സഭയുടെ ആ വലിയ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം, അനുഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് ഈ ദണ്ഡവിമോചനം ഒഴുകിയത്. ദണ്ഡവിമോചനം എന്ന് പറയുന്നതാണ് സഭയുടെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം. അവിടെ ഒത്തിരി നിക്ഷേപങ്ങളുണ്ട്. എങ്ങനെയാണ് നിക്ഷേപം? ആ നിക്ഷേപം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാസഹനം, കുരിശുമരണം. പീഡാസഹനം, കുരിശുമരണം, പിന്നെ ഈ സ്ത്രുത്ഥാനം. അതാണ് തിരുസഭയുടെ അനുഗ്രഹത്തിന്റെ ആ വലിയ ഭണ്ഡാരം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട്. പിന്നെ വരുന്നത് പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധരുടെ ഒക്കെ മാധ്യസ്ഥം, പ്രാർത്ഥനകൾ. പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ നല്ല ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിക്ഷേപമായി സ്വർഗീയ ഭണ്ഡാരത്തിൽ ഇങ്ങനെ സേവ് ചെയ്തിരിക്കുകയാണ്. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇതാണ് ഇവിടെ. ഈ പരിശുദ്ധിയോട് തുല്യം ചെയ്യുമ്പോ തമ്പുരാന് നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര കുമ്പസാരിക്കാൻ പറ്റിയ പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വലിയ പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നോക്കുക, പാപം ചെറുതാകട്ടെ വലുതാകട്ടെ അതിന്റെ അനന്തരഫലം, പരിണത ഫലം വലിയ വ്യത്യാസമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുമ്പസാരിക്കുമ്പോ എന്ത് ചെയ്യണം? നല്ല കുമ്പസാരം നടത്തണം എന്ന് പറയുക. നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ മറച്ച് വെച്ച് കുമ്പസാരിക്കും. എന്നിട്ട് നമ്മൾ സ്വയം അഭിമാനിക്കും, ഞാൻ കുമ്പസാരിച്ചു, ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഓക്കെ. പക്ഷെ ആ മറച്ചു വെച്ച ഒരൊറ്റ പാപത്തിന്റെ മേലായിരിക്കും നമുക്ക് ഈ ശിക്ഷാവധി വരുന്നത്. അഥവാ നമുക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്, സ്വർഗം നഷ്ടപ്പെടുന്നത്. അപ്പൊ നോക്കി, കുമ്പസാരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുമ്പസാരം നമ്മൾ നടത്തണം. കുമ്പസാരത്തിൽ ഒരിക്കലും കള്ളക്കുമ്പസാരം കടന്നു വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രാർത്ഥന
ദൈവം കേൾക്കുന്നില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതൊന്നും നമ്മള് പറഞ്ഞ് ആകുലപ്പെട്ടിരിക്കേണ്ട. നിമിഷ നേരത്തേക്കാണ് ദൈവം നമ്മളെ തന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലേ? നിമിഷ നേരത്തേക്ക് അവന്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ മഹാകരുണയോടെ എന്നെ തിരിച്ച് പിടിക്കുന്ന, തിരിച്ചു വിളിക്കുന്ന ഒരു ജീവനുള്ള തമ്പുരാൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ തൊട്ടടുത്തുണ്ട്. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ മക്കളെ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്, ഉണ്ട്. നിങ്ങളുടെ മധ്യേ ഉണ്ട്, ഉണ്ട്. എന്റെ നാമത്തിലാണ് നിങ്ങൾ. യേശുവിന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ആ, ദൈവ സാന്നിധ്യമുണ്ട്. കാരണം എന്താ? ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടമാണിത്. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടം. നമ്മൾ തെരഞ്ഞെടുത്താണോ? നോ, നെവർ. നമുക്കൊന്നും നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു, അല്ലേ? ഇതുപോലെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു. നമ്മൾ അല്ലല്ല, ദൈവം തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 മക്കബായർ 5:19 അങ്ങനെ വചനം കിടപ്പുണ്ട്. മക്കബായരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകത്തില് 5:19 ഒരു വചനം കിടപ്പുണ്ട്. എന്താണത്? കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ആ ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി. കണ്ടോ? തന്റെ ജനത്തിനു വേണ്ടി, താൻ വിളിച്ചു ചേർക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം അനാദിയിലെ സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത ആ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ മറ്റൊരു വചനം നമ്മൾ പൂർത്തിയാകും. അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവത്തിന്റെ മറ്റൊരു വചനം നമ്മൾ പൂർത്തിയാകും. പുറപ്പാട് 20:24 വചനം. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത്. ഞാൻ കേട്ടോ, ഞാൻ 2 മക്കബായർ 5:10 കണ്ടു. ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം. നിങ്ങൾ തെരഞ്ഞെടുത്തതല്ല, നിങ്ങൾ ഇഷ്ടത്തിന് വന്നതല്ല. നിങ്ങൾക്കായി ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം. ആ സ്ഥലത്ത് നിങ്ങൾ എന്നെ ആരാധിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ്? നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൈയെടുത്തിട്ട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. നീ ഒരു അനുഗ്രഹമാണ്. പുറപ്പാട് 20:24 വചനപ്രകാരം നീ ഒരു അനുഗ്രഹമാണ്. കാരണം ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നീ ഒരുങ്ങുമ്പോ ദൈവത്തിന്റെ വാഗ്ദാനം നിന്നിൽ പൂർത്തിയാകുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായി മാറിയാൽ പിന്നെ നീ കടന്നു പോകുന്ന ഇടം, നീ കാലെടുത്ത് വയ്ക്കുന്ന ഇടം, നീ കടന്നു ചെല്ലുന്ന ഭവനം, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഒക്കെ ഒരനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. കാരണം എന്താണ്? ജീവനുള്ള ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ആ ദൈവത്തെ വഹിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും എന്റെ കൂടെ ആരുണ്ട്? ഈശോണ്ട്. നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യണം? ആരാധിക്കാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നു മനക്ക്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഉണ്ടോ? മനസ്സിലായി? നമ്മുടെ കർത്താവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? നമുക്ക് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനെല്ലാം അല്ലേ? അതാണ് കർത്താവ് പറയുന്ന വചനത്തിൽ പറയുന്നത്. ലൂക്കാ 18:22 എന്താ പറയുന്നത്? നമുക്ക് അസാധ്യമാണ് പല കാര്യങ്ങളും, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവസന്നിധിയിൽ നിന്ന് ഒരു അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം?
നീ ആ ദൈവത്തോടൊപ്പമായിരിക്കണം, ദൈവത്തോട് കൂടെയായിരിക്കണം. ഒറ്റ നിമിഷം ചിന്തിച്ചേ, ഇന്ന് ഞാൻ ആരുടെ കൂടെയാണ്? ഇന്ന് ഞാൻ ആരുടെ കൂടെയാണ്? ഞാൻ ആരുടെ കൂടെയാണ്? സ്വയം നമ്മിലേക്ക് തിരിഞ്ഞേ. കന്നഡ തിരുനാളാണ് കേട്ടോ. സ്വയം നമ്മിലേക്ക് തിരിഞ്ഞോ. ഞാൻ ആരുടെ കൂടെയാണ്? ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, തിരുശരീരങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ഈ സമയം വരെ എത്ര ചെറുത് വലുത് എന്തുപോകട്ടെ, പാപം തന്നെയാണല്ലോ. എത്ര പാപം എന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, മനസ്സ വാച കർമ്മണ. ഒരുപക്ഷെ കർമ്മണ ഞാൻ ചെയ്തിട്ടുണ്ടാകത്തില്ല, പ്രവൃത്തിയുടെ തലത്തിലേക്ക് അത് വന്നിട്ടുണ്ടാവില്ല. മനസ്സ വാച ഞാൻ എത്ര പാപിച്ചു. ഞാൻ ദൈവത്തോട് കൂടെയാണെന്ന് നമ്മളൊക്കെ പറഞ്ഞു പോലെ, ദൈവത്തോട് കൂടെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പാപവും ദൈവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഡിസോർഡർ വരുന്നത്? കൂടെ അടിക്കടി വരുന്നത് എന്തുകൊണ്ടാണ്? കണ്ടില്ലേ, നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ തള്ളിക്കളയുക, നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ മാറ്റി നിർത്തുകയാണ് എന്റെ സന്നിധിയിൽ നിന്ന്. ആ മാറ്റി നിർത്തുന്നത് ഈ അവസരത്തിലാണ്. ഏതവസരത്തില്? ഞാൻ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യുമ്പോ, പ്രവൃത്തിയില് ഞാൻ പാപം ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ മാറ്റി നിർത്തുന്നത്. എന്നാൽ ഇതാ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോ എന്ത് സംഭവിക്കും? മഹാകരുണയോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, തിരിച്ചു പിടിക്കുന്ന ദൈവം, തിരിച്ചു പിടിക്കുകയാണ്. എവിടെ നിന്ന് തിരിച്ചു പിടിക്കും? ദൈവം എവിടെ നിന്നാ തിരിച്ചു പിടിക്കുന്നത്? സാത്താന്റെ ആ പിടിയിൽ നിന്ന് നമ്മളെ ദൈവം തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചു പിടിക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ ആരാധിക്കുന്നത്. എത്ര കുറവുണ്ടെങ്കിലും, എത്ര ബലഹീനതകളുണ്ടെങ്കിലും, എത്ര വലിയ തഴക്കദോഷങ്ങളുണ്ടെങ്കിലും, എന്റെ അപ്പാ എന്ന് ഹൃദയത്തിൽ നിന്ന് നീ ഒന്ന് വിളിച്ചാൽ, അനുതാപത്തോടെ വിളിച്ചാൽ, അവിടെ നിൽക്കുന്നവനെ നമ്മുടെ ദൈവം ഇട്ടച്ചു പോകത്തില്ല, തള്ളിക്കളയത്തില്ല, തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. അവിടെ നിന്ന് മകനേ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം. അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും നമ്മൾ കണ്ടത്, ധ്യാനിച്ചത് ഒന്നും അല്ലാണ്ടായി മാറും. ആ മഹാസ്നേഹമാണ് നമ്മൾ കാൽവരിയിൽ കണ്ടത്. ആ ദൈവം നമ്മളോട് പറയുന്നു, എന്റെ കുഞ്ഞേ, നീ തിരിച്ചു വാ, നീ തിരിച്ചു വാ. ലോകത്തിന്റെ ആ പിടിയിൽ നിന്ന് നീ തിരിച്ചു വാ. നിന്റെ ദാർഢ്യത്തിൽ നിന്ന് നീ തിരിച്ചു വാ. നിന്റെ അഹങ്കാരത്തിൽ നിന്ന് നീ തിരിച്ചു വാ. എന്നേക്കാൾ ഉപരി മറ്റെന്തിനേക്കോ സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നീ തിരിച്ചു വാ, തിരിച്ചു വാ. ഏറ്റവും വലിയ പാപം എന്താ? ഏറ്റവും വലിയ പാപം എന്താ? എന്താ പാപം? എന്താ ഏറ്റവും വലിയ പാപം? പ്രമാണം എത്രയുണ്ട്? അണി 10 നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടാവും. 10. ഒന്നാമത്തെ പ്രമാണം എന്താ? ഒന്നാം പ്രമാണം എന്താ? ഒന്നാമത്തെ പ്രമാണം, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, മോഷണമോ കൊലപാതകമോ വ്യഭിചാരമോ ഒന്നുമല്ല. അതൊന്നുമല്ല. മനുഷ്യൻ ബലഹീനാണ്, മനുഷ്യനൊക്കെ ചെയ്യുന്ന കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനാണ് സഭയിലെ കുമ്പസാരം എന്ന കൂദാശ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം, നോക്ക്, ഇന്ന് കരുണ തിരുനാളാണ്. നിങ്ങൾക്ക് കരുണ ലഭിക്കണമെങ്കിൽ ഒന്നാം പ്രമാണത്തിനെതിരായി എന്തെങ്കിലും നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി അതിന് പരിഹാരം ചെയ്ത് അനുദപിച്ച് ചങ്കുപൊട്ടി വിളിക്കണം, കർത്താവിനെ വിളിക്കണം. അല്ലെങ്കിൽ നിനക്ക് അതിനകത്ത് മോചനമില്ല. ഏറ്റവും വലിയ പാപം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം
1 മുതൽ വചനങ്ങളില് നമ്മൾ കാണുകയാണ്, അല്ലേ? നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ആരാധിക്കാനായിട്ട് മറ്റൊരു ദൈവം ഉണ്ടോന്നല്ല, അതല്ല എന്റെ ചോദ്യം. ദൈവത്തെക്കാൾ ഉപരി എന്തെങ്കിലും നമ്മള് കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ദൈവത്തെക്കാൾ ഉപരി നമ്മുടെ ഫ്യൂച്ചറൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മള് ചിലപ്പോ പ്രാർത്ഥന പോലും മുടക്കിയിട്ട് പള്ളിയിൽ പോകും, ഞായറാഴ്ച സാബത്ത് പോലും മുടക്കി. എന്തിനു പോകുന്ന മക്കളുണ്ട്? 8 പ്രാവശ്യം IELTS എഴുതിയിട്ട് പാസ്സാവാത്തൊരു കൊച്ച് ഒരു കുറച്ച് ദിവസം മുമ്പ് വിളിച്ചു, 10-15 ദിവസം വന്നു വിളിച്ചത്. സംസാരിച്ചുകൊണ്ടിരിക്കും, 7 പ്രാവശ്യം എഴുതി. 8ാമത്തെ പ്രാവശ്യം ഡേറ്റ് എടുക്കണോ വേണ്ടയോ? ഇതാണ് ചോദ്യം. ഇനി എഴുതണോ വേണ്ടയോ? ഇതാ ചോദ്യം. ഞാൻ ചോദിച്ചു, നീ സാബത്ത് എത്ര പ്രാവശ്യം ലംഘിച്ചിട്ടുണ്ട്? ഞായറാഴ്ച കുർബാന നീ എത്ര മുടക്കിയിട്ടുണ്ട്? മിണ്ടുന്നില്ല. ഞായറാഴ്ച കൂടി ഇത് പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും പാസ്സാകണം, കടന്നു പോകണം, രക്ഷപ്പെടണം. 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണോ? 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണോ? ഇൻഡയറക്റ്റ് ആയിട്ട് 1-ാം പ്രമാണം ലംഘിച്ചിരിക്കുകയാണ്. ദൈവത്തെക്കാൾ ഉപരി അവൾ എന്തിനു സ്ഥാനം കൊടുത്തു? IELTS സ്ഥാനം കൊടുത്തു. എന്നിട്ട് എത്ര പ്രാവശ്യം എഴുതി? 7 പ്രാവശ്യം. മക്കളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തോളം, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച കുർബാന മുടക്കി, ആരാധന മുടക്കി നമ്മൾ എന്ത് ചെയ്താലും എന്ത് പഠിച്ചാലും ഓർത്തുകൊള്ളണം, കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയായിരിക്കും. 100 അനുഭവങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ പാപം പറഞ്ഞു വന്നതാണ്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയെന്ന്. ഏറ്റവും വലിയ പാപം 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മള് ചെയ്തിട്ടുണ്ടെങ്കിൽ ചങ്കുപൊട്ടി അനുദപിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ കരം നമ്മുടെ മേൽ വരും. അവിടുത്തെ പരിശുദ്ധമായ കരം നമ്മുടെ മേൽ അവിടുന്ന് നീട്ടിത്തരും, ഇല്ലേ? പിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധനായ ഇങ്ങോട്ട് ഇവിടെ 2 സീറ്റ് ഇങ്ങോട്ട് പോരാ, എങ്ങോട്ട് പോരാ, അവിടെ ഉള്ളവരൊക്കെ പോരാട്ടോ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും, പിന്നെ എന്താ? പാപമോചനം, അനുതാപം, രോഗശാന്തി, ഇതെല്ലാം വന്നുകൊള്ളും. ബൈ പ്രൊഡക്ട്സ് ഏതിന്റെ? അനുതാപത്തിന്റെ. 1-ാം പ്രമാണം നീ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്തിനു വേണ്ടിയും 1-ാം പ്രമാണം ലംഘിക്കാത്തൊരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം തമ്പുരാന്റെ നിസ്സീമമായ കരുണ നമ്മുടെ മേൽ കർത്താവ് ഒഴുകി തരുന്ന ഈ ധന്യ മുഹൂർത്തം, സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷം, അനുഗ്രഹം നമ്മുടെ മേല് ഒരു വലിയ നീർച്ചാലായി ഒഴുകപ്പെടുന്ന നിമിഷം, അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുമ്പസാരിക്കാൻ പറ്റിയില്ല, സാരമില്ല.
തൊട്ടടുത്ത ദിവസം തന്നെ കർത്താവെ ഞാൻ കുമ്പസാരിച്ചോളാം എന്നൊരു തീരുമാനം മനസ്സിലെടുത്തുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ ആ കരുണ സ്വീകരിക്കാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 6-7 തിരുവചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകൻ 36-ന്റെ 6-7 അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ അങ്ങയുടെ കരബലം ഇവിടെ right now in Jesus name ഇവിടെ അവിടുന്ന് പ്രകടമാക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഈ പ്രാർത്ഥന ഉയരട്ടെ. ഈ പ്രാർത്ഥന ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. എന്ത് കർത്താവേ, കഴിഞ്ഞ കാലങ്ങളില് നീ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത്ഭുതങ്ങളും അടയാളങ്ങളും. ആനിയെ കണ്ടില്ല? നിങ്ങൾ കണ്ടില്ലായിരുന്നു? ആനിയെ കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു? ആനിയെ ശ്രദ്ധിച്ചോ? ഒരു കസേരയിലിരുത്തി, കഴിഞ്ഞ എന്റെ മുമ്പത്തെ ആരാധന 2-3 ആരാധനയ്ക്ക് മുമ്പ് ഒരു കസേരയിലിരുത്തി മുറ്റത്ത് നിന്ന് 4 പേര് കൂടി പിടിച്ച്, അന്ന് മേളിലല്ല താഴെയാണ് കൊണ്ടുവന്ന് ശരീരം മുഴുവനും തളർന്ന്, അല്ലേ? എത്ര നാള് കിടന്നു? 2.5 വർഷം തളർന്നു കിടന്ന മകളാണ്. സകല കാര്യങ്ങളും കിടന്ന കിടപ്പില് ചെയ്തുകൊണ്ടിരുന്നതാണ്, നിർവഹിച്ചുകൊണ്ടിരുന്നതാണ്. ശക്തമായിട്ട് പ്രാർത്ഥനയെടുത്ത് എല്ലാ ദിവസവും കോർച്ചീമിന്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും 1 മണിക്കൂർ കോർച്ചീമിന്റെ പ്രാർത്ഥനയുണ്ട് നമ്മുടെ കൂട്ടായ്മ. എല്ലാ ദിവസവും 1 മണിക്കൂർ. ഇന്നിതാ ആള് വാക്കി സ്റ്റിക്ക് പോലും ഇല്ല, അല്ലേ? ഇല്ലാതെ ആളിവിടെ ഒരു ചെറിയ നമ്മുടെ ഹെൽപ്പോട് കൂടി ഈ 3 സ്റ്റെപ്പ് കയറി ഇവിടെ വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം. ആരുടെ കരബലമാണ് മക്കളെ? ആരുടെ കരബലം അത്? കണ്ടോ? കർത്താവിന്റെ കരബലം പ്രകടമാക്കണമേ. ഇത് അവകാശമായി കിട്ടിയിട്ടുള്ള മക്കളാണ് നമ്മള്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി ചോദിക്കണം, നല്ല വിശ്വാസത്തോടെ ചോദിക്കണം. കർത്താവ് ഇത് ചെയ്യും, കർത്താവ് ഇത് ചെയ്യും. അതായത് നമ്മൾ കാണുന്ന ഇതാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം അതാണ്. തമ്പുരാൻ ചെയ്ത വലിയ കാര്യങ്ങൾ, അല്ലേ? ഈ ആനി എത്രയോ വട്ടം എന്നോട് പറഞ്ഞു വിളിക്കുമ്പോ, എത്രയോ വട്ടം എന്നെ ഒന്ന് കൊന്നതാ, എനിക്ക് കുറച്ച് ഉറക്ക കൂടിയ മേടിച്ചതാ ബ്രദറേ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ എത്രയോ വട്ടം കരഞ്ഞവളാണ്. എന്നെ ഒന്ന് കൊന്നതാ എന്ന് എത്രയോ വട്ടം. കർത്താവിന്റെ അത്ഭുതകരമായ കരം. വിശ്വസിക്കുക മക്കളെ, വിശ്വസിക്കുക. വിഷയമാകട്ടെ, നിങ്ങളുടെ നിയോഗം എന്തുമാകട്ടെ, വിഷയം എന്തുമാകട്ടെ, തകർച്ചയാകട്ടെ, രോഗപീഡനമാകട്ടെ, മറ്റേത് സാമ്പത്തിക പരാധീനതയാകട്ടെ, അല്ലേ? ജോലിയില്ലാത്ത അവസ്ഥയോ ദാരിദ്ര്യമോ പട്ടിണിയോ അല്ലെങ്കിൽ വിഷയം എന്തുമാകട്ടെ, ഒറ്റ കാര്യം വിശ്വസിക്കുക, വിശ്വസിക്കുക. ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. മരണത്തെ അതിജീവിച്ച കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. Jesus is alive. Still alive. അത് നമ്മുടെ കൂടെയുണ്ട്. ആ ശക്തി, resurrection power, ആ ശക്തിയിൽ ആശ്രയിക്കുക. മരണത്തെ അതിജീവിച്ച ശക്തി, തളർന്നിരിക്കുന്ന അവസ്ഥ, മരിച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെ? പലപ്പോഴും ഒരു മരണ വീടൊക്കെ പോലെ നമ്മുടെ ഒരു മരണ വീട് പോലെ പലരുടെയും ജീവിതവും അനുഭവങ്ങളും ഒക്കെ പരാധീനതകളാണ്, ദുഃഖങ്ങളാണ്, വേദനകളാണ്. ഉദ്ധിതനായ കർത്താവ് നിന്റെ ഹൃദയത്തില്, നിന്റെ ഭവനത്തില് അവന്റെ ശക്തി പ്രകടമാകട്ടെ, അവന്റെ ശക്തി പ്രകടമാകട്ടെ. എത്രയോ വട്ടം ഉള്ള ദർശനത്തെ കണ്ടു. മരിക്കാൻ തീരുമാനമെടുത്തപ്പോ കർത്താവ്
കർത്താവ് ദർശനത്തില് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, കഴുത്തില് കുടുക്കിട്ട. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ദൈവം, ശക്തനായവൻ നമ്മുടെ കൂടെ. അത് നമുക്ക് ആരാധിക്കാം. കർത്താവിനെ നമുക്ക് ശക്തമായിട്ട് ആരാധിക്കാം. തമ്പുരാന്റെ സന്നിധിയില് നമുക്ക് എണീറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അതെ, ഓർത്തു, കർത്താവിന് അസാധ്യമായി ഒന്നും ഇല്ല. എല്ലാം സാധ്യമാക്കി തരുന്ന എന്റെ ദൈവം ഇതാ എന്റെ കൂടെ, എന്നെ തൊട്ടടുത്ത്, എന്നെ ശക്തീകരിക്കാൻ, എന്നെ ബലപ്പെടുത്താൻ, എന്നെ സുഖപ്പെടുത്താൻ. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ ദാസനായ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും മാനസാന്തരവും പാപബോധവും പശ്ചാത്താപവും സംഭവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങൾ നീട്ടണമേ എന്ന് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 4:30 അവിടെ അവരായിരുന്ന ഇട്ടം കുലുങ്ങി എന്നാ പറയുക. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വം ഇറങ്ങി വന്നു എന്നാ പറയുക. വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. അവിടെ അത്ഭുതകരമായ രോഗശാന്തിയും അവിടെ വലിയ മാനസാന്തര അനുഭവങ്ങളും പാപബോധം നിറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പരസ്യമായ കുമ്പസാരം പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഇതാ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആദിമ സഭയിലെ കൂട്ടായ്മയിൽ സംഭവിച്ചുവെങ്കിൽ മക്കളെ നിലച്ചു പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല. ഇന്നും ആ ജീവിക്കുന്ന ദൈവം ഇല്ലേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും. 14:8 ഫെബ്രുവരി എന്താ പറയുന്നത്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്, ഒരുവൻ തന്നെയാണ്, മാറ്റമില്ലാത്തവനാണ്. അങ്ങനെയെങ്കിൽ നീ ഒന്ന് വിശ്വസിക്കും, നിന്റെ ഹൃദയത്തിലേക്ക് നീ ഏറ്റെടുക്കുക. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തള്ളിക്കള ദൈവമല്ല, നമ്മൾ ആദ്യം കണ്ടു, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഹരങ്ങൾ ആലപിച്ചുകൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിന്റെ നിസ്സീമമായ കരുണയെ കുറിച്ചാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നതും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും പാടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, വിധിക്കുന്നവൻ ആരാണ്? ആരാ വിധിക്കുന്നത്? വിധിക്കുന്നവൻ ആരാ? ദൈവമാണ് വിധിക്കുന്നവൻ അല്ലേ? വിധിക്കുന്നവൻ, വിധിയാളൻ തന്നെ ആ വിധി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ആ പാപം വിധിയാളൻ തന്നെ ഏറ്റെടുക്കുന്നു. ന്യായാധിപൻ ആരാ വിധിക്കുന്നത്? ന്യായാധിപനാണ്. ന്യായാധിപൻ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. നമ്മള് ഇതാണ് യേശുവിനെ നമ്മളെവിടെ എന്താ കാണുന്നത്? എന്താ കാണുന്നത്? അല്ലെ, നമ്മുടെ പകരക്കാരനാണ് യേശു എന്ന് പറയുമ്പോഴും നമ്മൾ വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു. 53 നമ്മൾ കാണുന്നതാണ് അല്ലേ? ശിക്ഷ അവൻ ഏറ്റെടുത്തു. കഴിഞ്ഞ ആഴ്ചകൾ, വലിയ ആഴ്ചകളൊക്കെ നമ്മൾ ചിന്തിച്ചതും ധ്യാനിച്ചതും അതൊക്കെ തന്നെയാണ്. വിധിക്കുന്നവൻ അതെന്റെ മേൽ, ആ വിധി അതൊരു ദോഷമായി തീരാതെ, അതൊരു ശിക്ഷയായി മാറാതെ ആ ശിക്ഷ സ്വന്തം ഏറ്റെടുക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഇതാണ് ദൈവത്തിന്റെ കരുണ. ദൈവം മനുഷ്യനായി അവതരിച്ചിട്ട് മനുഷ്യരുടെ പാപങ്ങളും അവന്റെ ബലഹീനതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവൻ ഏറ്റെടുത്ത് കാൽവരിയിൽ അവനൊരു ബലിയായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ വിശ്വസിക്കുന്നവർ, ഇത് സ്വന്തമാക്കുന്നവർ അനുഗ്രഹീതരാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഇത് സ്വന്തമാക്കുന്നവർ, വിശ്വാസത്തോടെ സ്വന്തമാക്കുന്നവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശിക്ഷാവിധിയിൽ തന്നെ നമ്മൾ കിടക്കും. ശിക്ഷാവിധിയിൽ തന്നെ നമ്മൾ കിടക്കും. മനസ്സിലായോ? എന്റെ ചെറുപ്പത്തിലെ അല്ല, ഒരു ഓർമ്മയുള്ള സമയത്താണ്, ഓർമ്മ വെച്ച സമയത്തൊക്കെയാണ്.
10-12 വയസ്സുള്ള സമയത്താണ് ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിക്ക് ആദ്യം വന്ന സമയമാണ്. ആ സമയത്ത് ഒരു ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഫോറസ്റ്റ് ഏരിയയാണ്, 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അവിടെ ഈ താഴ്ന്ന ഭാഗത്തിൽപ്പെട്ട അന്നത്തെ കാലത്ത് നമ്മളത് കുറവന്മാരെന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ അവർ ചെറിയ ചെറ്റക്കുടിലുകൾ വെച്ച് കെട്ടി താമസിക്കുന്ന വൃത്തി. അവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കാട്ടിൽ കയറി വിറക് ശേഖരിച്ച് ആ വിറക് കത്തിച്ച് കരിയാക്കി കരിവിൽപ്പനയാണ്. പിന്നെ അത്യാവശ്യം ഈ ഹോട്ടലുകളിലേക്ക് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ വിറക് കൊടുക്കും, ചെറിയ കെട്ടുകളാക്കി. അങ്ങനെയാണ് നിങ്ങൾ ഉപജീവനം നടത്തുക, ജീവിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ അവരിൽ ഒരു കേസ് ചുമത്തപ്പെട്ടു. കാട്ടിൽ നിന്ന് തടി വെട്ടി, ഇതാണ് കേസ്. അവര് ഒരു രോഗി കൂടിയാണ്, ക്ഷയരോഗി കൂടിയാണ് ഈ സ്ത്രീ. അങ്ങനെ പെരുമ്പാവൂർ കോടതിയിൽ കേസ് വന്നു. കേസിന്റെ വിധി ദിവസം ജഡ്ജി ഇങ്ങനെ വിധിച്ചു: ഒന്നുകിൽ 3 മാസത്തെ തടവ്, അല്ലെങ്കിൽ 1000 രൂപ പിഴ കൊടുക്കണം. 1000 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു 10,000-ന്റെ ഒക്കെ മേളിലുണ്ടാവും. അന്ന് അല്ലേ ഒരു 55-60 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. അന്ന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു 10-15,000 അല്ലേ, അത്രയും ഒക്കെ വിലയുണ്ടാവും. ഈ സ്ത്രീ പാവം, മരുന്ന് മേടിക്കാൻ പോലും 1 രൂപ പോലും കയ്യിലില്ലാത്ത ഈ സ്ത്രീ ഈ കരി കത്തിച്ചും ഇവരെ കൊണ്ട് കൊടുത്തും കിട്ടുന്ന ചില്ലറ തുട്ടുകൾ അത് കൊടുത്തിട്ടാണ് അരി വാങ്ങുന്നതും എന്തെങ്കിലും നിസ്സാരം കറിക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഉപജീവനം കഴിക്കുന്ന സ്ത്രീ. ആ ചേംബറില് നിന്ന് ആ സ്ത്രീ പൊട്ടിക്കരയുമ്പോഴൊക്കെ ഇവർ ചുമക്കുന്നുണ്ട്, ഭയങ്കര ചുമ. ഇങ്ങനെ ചുമക്കുന്ന എന്താ എന്ന് ജഡ്ജി ചോദിച്ചപ്പോ വക്കീല് പറഞ്ഞു, അതൊരു ക്ഷയരോഗിയാണ്. ഈ രോഗം വെച്ചിട്ടാണോ ഇവര് കാട്ടിക്കയറി തടി വെട്ടുന്നത്? തടിയെ വെട്ടുന്നത്, വലിയ തടിയൊന്നുമല്ല വെട്ടുന്നത്. ആന കള്ളന്മാർ വലിയ തേക്കും ഈട്ടിയൊക്കെ വെട്ടി കൊണ്ടുപോകുന്നുണ്ട്, അതൊന്നും പിടിക്കപ്പെടുന്നില്ല. ഈ പാവപ്പെട്ട എണ്ണങ്ങൾ ചെറുതൊക്കെ കുത്തി, ഈ കുറ്റിയും അവര് വെട്ടിക്കൊണ്ടതിന്റെ കുറ്റിയൊക്കെ കൊത്തിപ്പൊളിച്ച് വെട്ടി കരിയാക്കി ജീവിക്കുന്നതിനെ പിടിച്ച് 1000 രൂപ പിഴ ചുമത്താൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ 3 മാസം. ഈ സ്ത്രീയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഈ ന്യായാധിപൻ അദ്ദേഹം ചേംബറിൽ നിന്ന് എണീറ്റ് അദ്ദേഹത്തിന്റെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേഴ്സ് എടുത്ത് 10 100-ന്റെ നോട്ടുകൾ എണ്ണി ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ശിക്ഷ ഇതാ ഇവിടെ അവസാനിച്ചു. നിനക്കുള്ള ശിക്ഷ, നീ ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കണ്ട. നീ സ്വതന്ത്രയായി നിനക്ക് പോകാം. അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്നാണ്. വർഷങ്ങൾക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കോടതിയിൽ നടന്നൊരു സംഭവം ഇന്നൊന്നും അങ്ങനെ നടക്കത്തില്ല. ആ സ്ത്രീ സ്വതന്ത്രയായി. ആ കുറ്റം വിധിച്ച ന്യായാധിപൻ തന്നെ ഏറ്റെടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവ് നമ്മുടെ കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് കാൽവരിയിൽ ഒരു ബലിയായി തീർന്ന് എനിക്കും നിനക്കും വേണ്ടി, എന്നെയും നിന്നെയും ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്, സ്വതന്ത്രനാക്കുവാനായിട്ട് കർത്താവ് തന്നെ അവിടെ ആ ശിക്ഷ ഏറ്റെടുക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കർത്താവിന്റെ കരുണ എന്ന് പറയുന്നത്. പ്രിയമക്കളെ, ഈ കരുണയിൽ ആശ്രയിക്കാനാണ് കർത്താവ് പറഞ്ഞത്.
വിശുദ്ധ പൗലോസിലൂടെ കർത്താവ് പറയുന്നു, എന്റെ കരുണയിൽ നിങ്ങൾ ആശ്രയിക്കുക. ഇനി തമ്പുരാന്റെ കരുണയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തില്, ഇല്ലേ? കർത്താവ് ഒരു ഉപമയിലൂടെ പറയുന്നില്ല. എന്താ അത്? ധൂർത്തപുത്രന്റെ ഉപമയില്, ധൂർത്തപുത്രന്റെ ഉപമയിൽ ആ പിതാവാരാ? കർത്താവ് പറയുന്ന ഉപമകളും കഥകളൊക്കെ എന്താ? വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ധൂർത്തപുത്രന്റെ ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥ ധൂർത്തപുത്രന്റെ സംഭവത്തിൽ എന്താണ്? മകൻ തിരിച്ചു വരുന്നു, അപ്പൻ സ്വീകരിക്കുന്നു. ഈ ആധുനിക ധൂർത്തപുത്രന്റെ ഉപമയില് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഡെവലപ്പാണ്. എങ്ങനെയാ? ഈ ധൂർത്തപുത്രൻ അപ്പനൊരു കത്തെഴുതുകയാണ്. അപ്പാ, ഇതാ നിനക്കെതിരായി ഞാൻ വലിയ തിന്മ ചെയ്തു. പിടിച്ചു പറിച്ച് നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത് സമയമായിട്ടില്ലെങ്കിൽ കൂടിയും ഞാൻ പിടിച്ചു വാങ്ങി. അതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് തകർന്ന് ധരിപ്പണമായ അവസ്ഥയില് ഞാൻ ഇന്നിതാ അനുദപിക്കുകയാണ്. അപ്പൻ എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ, എന്നോട് അല്പമെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ തോന്നുന്നുവെങ്കിൽ അപ്പനൊരു കാര്യം ചെയ്യണം. ഞാൻ അടുത്ത ദിവസം ആ ഭാഗത്തുകൂടെ, നമ്മുടെ വീടിന്റെ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോ അപ്പനൊരു കാര്യം ചെയ്യണം. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആ മാവിന്മേൽ ഒരു ചുമന്ന റിബൺ കെട്ടിയിടണം. ഒരു ചുമന്ന റിബൺ കെട്ടിയിടണം. അപ്പന് കത്തെഴുതി, അപ്പന് കത്ത് കിട്ടി. കത്ത് വായിച്ച അപ്പൻ ഉടനെ ജോലിക്കാരോട് പറഞ്ഞു, മുറ്റത്ത് നിൽക്കുന്ന ആ മാവിന്മേൽ ചുമന്ന റിബൺ കൊണ്ട് മുഴുവനും തോരണം കെട്ടുക. ചുമന്ന റിബൺ കൊണ്ട് മുറ്റത്തെ മാവ് മുഴുവനും തോരണത്തിൽ മുക്കിയെടുക്കുക. തോരണമായിട്ട് കെട്ടുക, എല്ലായിടത്തും കെട്ടുക. ഒരു പച്ചപ്പ് കാണരുത്, മൊത്തം ചുമന്ന റിബണേക്ക് ഉണ്ടാകുക. മകൻ പറഞ്ഞതുപോലെ ആ ഭാഗത്തുകൂടെ കടന്നു പോകുന്നു. ഒരു റിബൺ കെട്ടാൻ പറഞ്ഞ സ്ഥാനത്ത് 100 കണക്കിന് റിബൺ കെട്ടി കാറ്റത്തിങ്ങനെ ആടിയൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഈ മകന് വളരെ സന്തോഷമായി. ഇവനോടി വീട്ടിലേക്ക് വന്നു. ഇവനെ കണ്ട് അപ്പനും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ചോദിച്ചു, അപ്പാ, അപ്പനോട് ദേഷ്യമില്ലേ? അപ്പനെ തല്ലണമെന്ന് തോന്നുന്നില്ലേ? അപ്പം കരയുകയാണ്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു റിബണാണ് ഞാൻ അപ്പനോട് കെട്ടാൻ പറഞ്ഞത്. അപ്പൻ എന്തിനാണ് ഈ മരം നിറച്ച് ചുമന്ന റിബൺ കെട്ടിയിട്ടത്? അപ്പം പറഞ്ഞു, എന്റെ മോനെ, ഞാനൊരു റിബൺ എങ്ങും കെട്ടിയിട്ട് അത് കാറ്റത്തെങ്ങും പറന്നു പോയി നീ ഇതിലെ പോകുമ്പോൾ കാണാതിരുന്നാൽ എന്നേക്കുമായി നിന്നെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ മാവ് നിറച്ച് ചുമന്ന റിബൺ ഞാൻ കെട്ടിയിട്ടത്. ഹല്ലേലൂയ. നീ എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കാൻ കാൽവരി മലയുടെ നിറകയില് രക്തവർണമാക്കി അവനെ മാറ്റി. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി കുരിശിന്റെ നിറകയില് മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ പച്ചമാംസവും രക്തവും ചിന്നിച്ചിതറി ഒരു മാംസപിണ്ഡമായി, ഒരു ചുമന്ന വെട്ടിക്കൂട്ടിയിരിക്കുന്ന മാംസപിണ്ഡമായി പിതാവ് അവനെ ഉയർത്തിയത് ഞാനും നീയും എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്, സാത്താൻ എന്നെയും നിന്നെയും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്, സാത്താൻ ജയമെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും ഇത്രയൊക്കെ അവൻ ചെയ്തിട്ടും ചങ്ക് പൊളിച്ചു തന്നിട്ടും ആ സ്നേഹമോ കരുണയോ തിരിച്ചറിയാതെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോക ബന്ധനങ്ങളിൽ കുടുങ്ങി മുഴുകി, ഈ ലോക ജീവിത സുഖങ്ങളിൽ, നൈമിഷിക സുഖങ്ങളിൽ മുഴുകി അവന് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കർത്താവ് കൊടുത്തൊരു ദർശനമുണ്ട്. കർത്താവിനെ പടയാളികൾ ആഞ്ഞടിക്കുക ശരീരത്തിലേക്ക്. വെറും ചാട്ടയല്ല, തോൽബാറുകളാണ്. അതിന്റെ അഗ്രത്തിൽ പിച്ചള ലോഹം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇങ്ങനെ ചൂണ്ടക്കുളത്ത് പോലെയുള്ള ഹുക്ക്, അത് തുന്നി പിടിപ്പിക്കുക. ഒരു ബെൽറ്റിൽ, ഒരു ബാറില് 5 ഒക്കെ ഉണ്ടാവും. അതാണ് ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുക. അത് ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോ ഈ മാംസവും രക്തവും ചിതറുന്നുണ്ട് ശരീരത്തിൽ നിന്ന്. ഇത് ഫൗസ്റ്റീനായെ കാണിക്കുകയാണ് ദർശനത്തിലൂടെ. ഈ സംഭവം തന്നെ വിശുദ്ധ ഫൗസ്റ്റീനായെ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് കാണാൻ പറ്റുന്നില്ല. തല്ലി തകർക്കപ്പെട്ട ശരീരം, ഉരുവച്ചാൽ പോലെ കീറി മുറിയുന്ന തിരുശരീരം, പച്ചമാംസവും രക്തവും ചിതറുന്നുണ്ട് പീലാത്തോസിന്റെ കൽത്തളത്തില്. ഈ അടിയിലേക്ക് നോക്കി, ഈ ചിതറുന്ന മാംസരക്തങ്ങളിലേക്ക് നോക്കി ഇനിയും അവനെ പീഡിപ്പിക്കുവാൻ ഈ ലോക നൈമിഷിക സുഖങ്ങളിൽ നീയും ഞാനും മുഴുകുമ്പോ ഓർത്തുകൊള്ളണം, വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ കാണുന്ന നേരം പടയാളികളല്ല, മറിച്ച് ഈ ലോകത്തില് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ആ ചാട്ടകരങ്ങളിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഞാനും നീയുമുണ്ട്. അതിന് മതമേലധികാരികളുണ്ട്, അച്ഛന്മാരുണ്ട്, കപ്പ്യാരന്മാരുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. കർത്താവ് ഇന്ന് അവരാണ് എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ് എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ മക്കളെ, കർത്താവ് വസിക്കുന്ന നമ്മുടെ ശരീരം മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും വിട്ടുകൊടുത്തിട്ട് കർത്താവിനെ വീണ്ടും വീണ്ടും ഇതുപോലെ തല്ലി തകർത്ത് മാംസപിണ്ഡമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഇനിയും എനിക്കും നിനക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാമോ? അതാദ്യം നീ നിന്നിൽ നിന്ന് അതിന്റെ അടിവേരോടുകൂടി പിഴുതെറിയ ആ നൈമിഷിക സുഖങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കും. ഈ പുതു ഞായറാഴ്ച ഈ പരിശുദ്ധ കുർബാനയുടെ കർത്താവിന്റെ ഈ പീഡാസനങ്ങളെ പ്രതി, അവന്റെ ബലിയെ പ്രതി, ഈ കരുണയുടെ ദിവസത്തെ പ്രതി അതെല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അവിടെയാണ് അവൻ പറഞ്ഞ ഈ അളവില്ലാത്ത കരുണ എന്നിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഒരു മനുഷ്യനെന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയേറെ അതിക്രമങ്ങളാണ് കർത്താവിന്റെ ശരീരത്തില് കർത്താവ് അനുഭവിച്ചത്. നമുക്കും തീരുമാനമെടുക്കണം. നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കേ, എന്തും നാളെ സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇപ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. 1-2 മാസം ഇങ്ങനെ തുടർന്നു പോയാൽ ജീവിതമെല്ലാം താളം തെറ്റും, ക്രമങ്ങളെല്ലാം താളം തെറ്റും. അതുകൊണ്ട് ദൈവത്തോട് കൂടെയായിരിക്കാൻ, തമ്പുരാന്റെ കരുണയിൽ ആശ്രയിക്കാൻ, അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്ന് ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ദൈവം നമുക്കിന്ന് ബോധ്യം തരികയാണ്.
കേവലം നൈമിഷികമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും വെറുത്തുപേക്ഷിക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. അവന്റെ പരിശുദ്ധിയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. കർത്താവ് സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ.